എല്ലാവർക്കും ഒരിക്കൽ ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെ പനീർ തയ്യാറാക്കുന്ന വിധമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എഴുതുക. ഞാനൊരു പാനിൽ 2 ഗ്ലാസ് പാല് വെള്ളം ഒഴിക്കാതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് കൈവിടാതെ നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഒരിക്കലും പാല് തിളച്ച് വെളിയിൽ പോകാൻ പാടില്ല, അതേപോലെ അടിക്ക് പിടിക്കാനും പാടില്ല. അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. പാലൊന്ന് തിളച്ചതിന് ശേഷം നാരങ്ങാനീരോ വിനാഗിരിയോ നമുക്ക് ചേർക്കാം. 1.5 നാരങ്ങയുടെ നാരങ്ങാനീരാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചായിട്ട് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് പാല് പിരിയുന്ന വരെ ഈ നാരങ്ങാനീര് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 നാരങ്ങയുടെ നാരങ്ങാനീരാണ്. അപ്പം ചിലർക്ക് അതിൽ കൂടുതൽ വേണ്ടി വരുമായിരിക്കും. ഇത്ര നാരങ്ങാനീര് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഒരു കുഴിയുള്ള പാത്രത്തിൻ്റെ മുകളിൽ നല്ല തുണി എടുക്കുക, ഒന്നെങ്കിൽ തോർത്തോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഇടുക. അതിന് ശേഷം നമ്മൾ ഈ പിരിഞ്ഞിരിക്കുന്ന പനീറും വെള്ളവും കൂടി ഈ തുണിയുടെ മേലോട്ട് ഒഴിക്കുക. അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെക്കുകയാണെങ്കിൽ ആ വെള്ളം താഴോട്ട് പൊക്കോളും. നമുക്ക് ആ പനീർ മാത്രം ഈ തോർത്തെ കിട്ടും. നല്ല ചൂടാണ്. ആ ചൂടൊന്ന് ആറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം കട്ടിയുള്ള എന്തെങ്കിലും നല്ല വെയിറ്റുള്ള സാധനങ്ങൾ കൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് പനീർ നമ്മൾ റെഡിയായി കിട്ടും. അതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പം വേണമെങ്കിലും കറിയായിട്ട് ഉപയോഗിക്കാം, അതല്ല എങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് കറിയാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാല് പിരിയുന്ന വരെ നാരങ്ങാനീര് ഒഴിക്കണം, നാരങ്ങാനീരോ വിനാഗിരിയോ ഒഴിക്കണം. അത്രയേ ഉള്ളൂ. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള പനീർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല റെസിപ്പിയായിട്ട് ഡോണ കിച്ചണിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം.